ഞെട്ടിക്കുന്ന നടുക്കുന്ന 4-5 വീഡിയോ ദൃശ്യം വന്നിട്ടുണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. അതായത് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിനെയും നമ്മുടെ ലാലേട്ടൻ്റെ പൊന്നുമോളെയും കെട്ടിക്കുകയാണ്. അതായത് അൻസാരി സുഹരി ഉസ്താദും ലാലേട്ടൻ്റെ പൊന്നുമോളും ഇനി അതായത് ഒന്നിച്ച് ജീവിക്കട്ടെ, അവർ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിക്കട്ടെ എന്നാണ് സംഘികൾ പറയുന്നത്. അത് പറയാനുള്ള കാരണം വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അൻസാരി സുഹരി ഉസ്താദ് അതിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അൻസാരി സുഹരി ഉസ്താദ് പറയുന്ന ആ ഒരു വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. എന്താണ് അതായത് വിസ്മയ മോഹൻലാലിനെ ഇങ്ങനെ സംഘികൾ പറയാനുള്ള കാരണം എന്ത്, അതും ഞാൻ പറഞ്ഞുതരാം പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഡൽഹിയിൽ നമ്മുടെ പിഞ്ചോമന പൈതലങ്ങൾ നീതിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ പിഞ്ചോമന മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ കുറേ പേര് സ്വിഗ്ഗി സൊമാറ്റോ വഴി അവിടേക്ക് ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. ആ പിഞ്ചോമന പൈതങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. രസകരമായിട്ടുള്ള വീഡിയോ, ആ പൈതങ്ങൾ സംസാരിക്കുന്നതും ആ പൈതങ്ങൾക്ക് ഈ ഫുഡ് കിട്ടുന്നതും ആ ഒരു രസകരമായിട്ടുള്ള വീഡിയോ ദൃശ്യം ഞാൻ വെച്ചു തരാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം പൊന്നു പ്രേക്ഷകരെ. അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറയുകയാണ്. എല്ലാവരും നമ്മുടെ പിഞ്ചോമന കുട്ടികൾക്ക് നീതി കിട്ടാൻ വേണ്ടി പൊന്നു പ്രേക്ഷകരെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ നാലാളിലേക്ക് എത്താൻ വേണ്ടിയായിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം പൊന്നു പ്രേക്ഷകരെ. ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ദൃശ്യം കാണണം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികളായിട്ടുള്ള ചാണകങ്ങളുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. യുവമാര് പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള 1 ബില്യൺ ആൾക്കാരും രാജ്യദ്രോഹികൾ, ചാണകത്തിൽ മുഴുകിയിരിക്കുന്ന കുറെ മൊണ്ണന്മാര് മാത്രം രാജ്യസ്നേഹികൾ അല്ലേ. അവിടെ ഹിന്ദു കത്രേമേഹേ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ എല്ലാരെയും വലിപ്പിച്ച് സ്വന്തം രാമന്റെ പോക്കറ്റ് അടിച്ചോണ്ട് അവന്മാര് പോയി. എന്നിട്ട് പറയാ നമ്മൾ ഹിന്ദുക്കളെ കാശ് പൊട്ടിച്ചു, അതിനിപ്പോ എന്താ, ഒന്നുമില്ലടാ, അതിലൊന്നുമില്ല, നമ്മളെ വലിപ്പിക്കാതിരിക്കാൻ വന്നാൽ മതി. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുറെ ആൾക്കാർ ശാഖയിൽ ഇറങ്ങിയപ്പോഴേ വേക്കൻസി വന്നിട്ട് കുറെ മലയാളികൾ അതിനകത്തോട്ട് പിടിച്ച് കയറിയിട്ടുണ്ട്. ഈ ഷൂ നാക്കി എടുക്കുന്ന കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുന്നതേ ഇല്ല കേട്ടോ. ക്യാഷ് മേടിച്ചിട്ടാണ് ഈ കൊണ അടിച്ച് ഓരോന്ന് പറയുന്നതെന്ന്. ഓരോ കാര്യത്തിനെ ഈ രീതിയിൽ ഇങ്ങനെ ന്യായീകരിച്ച് പറയാൻ പറ്റുമെന്ന് യവന്മാരെ കൊണ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബുദ്ധി ഇല്ലായ്മയാവാം, വെറും ചാണകമാവരുത്. ഒരുത്തനാണെങ്കിൽ DM വന്നിട്ട് പാകിസ്ഥാനി ഏജന്റാ, ചൈനക്കാരനാ. എടാ, പാകിസ്ഥാനി ഏജന്റും ചൈനക്കാരനൊക്കെ ഇന്ത്യയിൽ ഇങ്ങനെ തുറന്നടിച്ച് നടക്കണമെങ്കിലേ അത് നിന്റെ സിസ്റ്റം ഫെയിലിയർ ആടാ. എന്റെ മോദിയുടെ അടുത്ത് പോയി ചോദിക്കുക എന്തിനിങ്ങനെ പാകിസ്ഥാനികളെ ഇങ്ങനെ പറത്തി വിടുന്നതെന്ന്. വല്ലവന്റെ മണ്ടിയിൽ കൊണ്ടുപോയി എഥനോള് തിരുക്കിയിട്ട് അയ്യോ അത് പരീക്ഷണമാന്ന് അങ്ങ് മെഴുകുക. ഏതൊക്കെ രീതിയിൽ നീയൊക്കെ ന്യായീകരിക്കുന്ന ഒരു മര്യാദ വേണോ ഓരോ കാര്യത്തിന് പറയാം. എന്ത് മര്യാദ? സ്വന്തം ജയ ശ്രീറാം എന്ന് വിളിച്ചോണ്ടിട്ട് സ്വന്തം രാമന്റെ പോക്കറ്റ് അടിച്ചോണ്ട് പോയ യവന്മാരെ കയ്യിന്നൊക്കെ എന്താ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഇത് നല്ലവളായ പൊന്നുമോളായ ഒരു ഹിന്ദു സ്ത്രീയാണ്. ഇത് എടുത്തു പറയുന്നത് പൊന്നു പ്രേക്ഷകരെ. ഇപ്പൊ ഈ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ സംസാരിച്ചാലും മുസ്ലിമീങ്ങൾ സംസാരിച്ചാലും വലിയ രാജ്യദ്രോഹികളാവുന്നുണ്ട്, സുഡാപ്പിയാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൊന്നുമോൾ പറയുന്നത് ഞാൻ വെച്ചത്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, എനിക്ക് പേഴ്സണലി കൃഷ്ണനും മുഹമ്മദും വിൻസെന്റും നമ്മളെല്ലാവരും ഒന്നാണ്. നമുക്കെല്ലാവർക്കും ഒരു ആപത്ത് സംഭവിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഒരു കുഞ്ഞു കാര്യം പറയാം, നമ്മൾ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതും ദീപാവലി ആഘോഷിക്കുന്നതും ഈ പറയുന്ന പെരുന്നാൾ ആഘോഷിക്കുന്നതും എല്ലാം ഒന്നാണ്. എല്ലാം പോകുന്നത് ഒരൊറ്റ ദൈവത്തിലേക്കാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ. അപ്പോൾ നമ്മുടെ വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ചെയ്യുകയാണ്. അതായത് ഈ പഠിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണം, ഈ പറയുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി എന്നേക്കുമായിട്ട് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഡൽഹിയിൽ സമരം ചെയ്യുന്ന പിഞ്ചോമന പൈതങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ പൊന്നുമോൾ ഒരു പോസ്റ്റ് ചെയ്യുകയാണ്. ആ പോസ്റ്റ് ചെയ്തതിന് സംഘികൾ ചെയ്തത്, അതിനുശേഷം അൻസാരി സുഹരി ഉസ്താദിന്റെ ഒക്കെ ഞാൻ വെച്ചു തരാം. BJP സമരത്തിന് അനുകൂലമായി വിസ്മയ പോസ്റ്റ് ഇട്ടതിനെതിരെ മോഹൻലാലിനെതിരെയും സൈബർ ആക്രമണം. മകളെ വകതിരിവ് പഠിപ്പിക്കാൻ ഉപദേശിക്കണമെന്ന പോസ്റ്റുകൾ. ലബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലബി, രാഷ്ട്രീയ നിലപാടുകൾ ഓരോ വ്യക്തിയുടേതുമാണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണോ ഈ ഇത്തരം പോസ്റ്റുകളുമായി വരുന്നത്? തീർച്ചയായും മാധു, ഒരു മര്യാദയുടെ എല്ലാ അതിർത്തികളും ലംഘിച്ചുകൊണ്ടാണ് മോഹൻലാലിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ സൈബർ ആക്രമണം തുടരുന്നത്. മോഹൻലാലിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ എല്ലാം അടിയിൽ വന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വിസ്മയെ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഒരു കാര്യം പറയാം. ഇവിടെ ലാലേട്ടനെ വിടുന്നില്ല, ലാലേട്ടന്റെ മകളെ വിടുന്നില്ല, പിന്നെ എന്നെയൊക്കെ വെറുതെ വിടോ ഇവറ്റകൾ സംഘികള്. പൊന്നു പ്രേക്ഷകരെ, നമ്മുടെ ലാലേട്ടന്റെ മകൾ എന്താ ചെയ്തത്? ഈ പൊന്നുമക്കൾ ഇവ ചോദ്യ പേപ്പർ സംഘികളോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നു സംഘികളെ, നിങ്ങളെ വീട്ടിലുള്ള കുട്ടികൾ പഠിച്ചിട്ട് +1 +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നു, എക്സാം സമയത്ത് നല്ല രീതിയിൽ പഠിക്കുന്നു. എന്നാൽ വേറെ ഒരു എക്സാമ്പിൾ സങ്കല്പിക്കും. നിങ്ങൾ കോൺഗ്രസിന്റെ മക്കൾക്ക് ഒരാഴ്ച മുമ്പേ ചോദ്യ പേപ്പർ കിട്ടുന്നുണ്ട്. നിങ്ങൾ വെറുതെ വിടോ? നിങ്ങളെ മക്കളുടെ കരിയറും ഇല്ലാതാവുന്നില്ലേ? മണ്ടന്മാരായ സംഘികളോട് ഒരു കാര്യം പറയാം, ഈ ചോദ്യ പേപ്പർ കിട്ടുന്നത് വലിയ BJP നേതാക്കളുടെ മക്കൾക്കാണ്. നിങ്ങളെപ്പോലുള്ള സാധാരണ സംഘികൾക്ക് കിട്ടത്തില്ല.
അപ്പോൾ നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഈ സമരത്തിന് നിൽക്കണം. ഈ സമരത്തെ എതിർക്കുന്ന നമ്മുടെ ലാലേട്ടൻ്റെ മകളെ ജിഹാദിയാക്കുന്നതല്ല. ഓക്കെ നമ്മുടെ അൻസാരി സുഹൂരി ഉസ്താദ് ഇതിനെക്കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊന്നു പ്രേക്ഷകരെ, വലിയ വിവാദമാണ്. അത് ഒന്നൊന്നായിട്ട് വെക്കാം. ഇനി എൻ്റെ പൊന്നു പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇനി വെച്ചു തരുന്ന വീഡിയോ ദൃശ്യം ഇന്നലെ നടന്ന ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മിസ്സാവാതെ കാരണം നമുക്ക് അൻസാരി ഉസ്താദ് പറയുന്നത് ഒന്ന് കേൾക്കാം. എടാ മക്കളെ, ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ വെറും പുലിയല്ലടാ, പുപ്പുലി പെൺപുലി. നമ്മുടെ നാട്ടിൽ പെൺപുലി എന്ന് പറഞ്ഞാരാ? ഇത്തിരി ഇല്ലാത്ത തുണി കൊണ്ട് മൂടും മുഞ്ഞി മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി വെറുതെ തർക്കിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ വന്ന് പരസ്പരം ചുംബിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളുകൾ. അതുമല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പുരുഷാധിപത്യം എന്ന് പറഞ്ഞ് വെറുതെ ഞെളിയാൻ നടക്കുന്ന ആള്. അതൊന്നുമല്ല. സ്വന്തം നിലപാട് നിർഭയത്വത്തോടു കൂടി ആരുടെ മുമ്പിലും തുറന്നു പറയാനുള്ള ആ മനസ്ഥിതിയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അതാണ് പെൺപുലി. വിസ്മയ മോഹൻലാൽ, ബിഗ് സല്യൂട്ട്. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരം അതിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുമ്പോൾ ലാലേട്ടന്റെ മകളായതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുന്നത്. ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ വന്നിട്ട് പറഞ്ഞു, ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത്, ജനാധിപത്യ വ്യവസ്ഥയിൽ, ജനാധിപത്യ വിശ്വാസികളാൽ അവർ വോട്ട് ചെയ്തിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യത്ത് വോട്ടർമാർ തന്നെ, അവരിലെ വിദ്യാർത്ഥി സമൂഹം, യുവസമൂഹം അവരുടെ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സമരത്തെ ഈ രൂപത്തിലാണോ അടിച്ചമർത്തുന്ന ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. പിന്നെ ദാ കിടക്കുന്നു ചട്ടികലവും. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അൻസാരി ഉസ്താദ് പറയുന്ന 2 വീഡിയോ ദൃശ്യം ഇനിയുമുണ്ട്. അത് രണ്ടും വെച്ച് തരാം. അതായത് സംഖ്യകളുടെ തലയിൽ എന്ത് നിനക്ക് പേഴ്സണലി അറിയത്തില്ല എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ടെസ്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ചാണകമായിരിക്കും എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ചിന്തിക്കാൻ ഇത്തിരിയെങ്കിലും ബോധമില്ല ഇവറ്റകൾക്ക്. ഓക്കെ, അൻസാരി സുഹൂരി ഉസ്താദ് പറയുന്ന ബാക്കിയും കൂടി കേൾക്കാം. മോഹൻലാലിന്റെ അച്ഛന്റെ 10 തലമുറനെ വരെ തന്തക്ക് വിളിയും തലവടിയും പൂരത്തെറി. ലാലേട്ടന്റെ, വിസ്മയ മോഹൻലാലിന്റെ മാത്രം അക്കൗണ്ടിലല്ല, ലാലേട്ടന്റെ അക്കൗണ്ടിലും തെറിവിളിയുടെ പൂരം. ലാലേട്ടൻ എമ്പുരാൻ കഴിഞ്ഞൊന്ന് സമാധാനത്തെ വന്നത്. ഇപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഇനിയിപ്പോടെ അദ്ദേഹം തീവ്രവാദപ്പെട്ടില്ലാവും. ഇനിയിപ്പോ ഇതിനകത്ത് വിസ്മയ മോഹൻലാൽ രക്ഷപ്പെട്ട ഒരു എലമെന്റ് ഉണ്ട്. എന്താറിയോ? വിസ്മയ എന്നുള്ള പേരുമുണ്ട് ലാലേട്ടന്റെ മകളായതുകൊണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, ആ പെൺകുട്ടിയുടെ എങ്ങാനും പേര് ഇപ്പൊ മലയാളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ നടൻ, അദ്ദേഹത്തിന് യാതൊരു മതവുമായി യാതൊരുവിധ ബന്ധമില്ലെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന്റെ പേര് മുസ്ലിം പേരാന്ന് വിചാരിക്കുക. ഞാൻ എരവാദം പറയണേ അങ്ങനെ തന്നെ. വിസ്മയ എന്നുള്ള സ്ഥാനത്ത് സുമയ്യ ആയിരുന്നെങ്കിൽ ആ പ്രശസ്ത നടനോട് പറയുന്ന വർത്താനം, ഡാ മോനെടാ, നീ ഒരു പാകിസ്ഥാനിലേക്ക് മോക്കൊരു ടിക്കറ്റ് എടുത്തോട്, നിങ്ങളുടെ തറവാട്ടുകാരെല്ലാം അവിടെ ഉണ്ടെന്ന് പറയില്ലേ? ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? വിസ്മയുടെ സ്ഥാനത്ത് സുമയ്യ ആയിരുന്നെങ്കിൽ ടിക്കറ്റ് പാകിസ്ഥാനിലേക്ക് എടുക്കാൻ പറയും. പക്ഷെ ഇവിടെ വിസ്മയ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാ? വിസ്മയ എന്നുള്ള പേരും ലാലേട്ടൻ അവരുടെ അച്ഛനായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതായിരുന്നാലും വലിയ സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ ഇത്രയധികം അടിച്ചമർത്തുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് നിലപാട് പറയാൻ കഴിയുന്നില്ല. നമ്മുടെ യുവസമൂഹത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായിരുന്നു, അറിയാവോ? APJ അബ്ദുൽ കലാം. നമ്മുടെ യുവസമൂഹത്തെ കിനാവ് കാണാൻ പഠിപ്പിച്ച ആ സമൂഹത്തെ വർത്തമാന കാലഘട്ടത്തിൽ അടിച്ച് തലപൊളിച്ച് രക്തം ചിന്തുമ്പം നമ്മൾ ഈ രാജ്യത്തെ ഏത് വ്യവസ്ഥയിലാണ് വിശ്വസിക്കേണ്ടത്? ഇവിടുത്തെ ഭരണഘടനയും ഇവിടുത്തെ നിയമവാഴ്ചയൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകില്ലേ? ഏതായിരുന്നാലും വിസ്മയ മോഹൻലാൽ, ഇപ്പൊ നിങ്ങൾ തെറി കേട്ടാലും ആക്ഷേപം കേട്ടാലും നാളെ നിങ്ങളുടെ സമൂഹം ഓർക്കും ഈ നിലപാടിന്റെ പേരിൽ. ജയ് ഹിന്ദ്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അൻസാരി സുഹൂരി ഉസ്താദിന്റെ അടുത്ത സ്പീച്ച് ഉണ്ട്. അത് വെച്ചു തരുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ പിഞ്ചോമന പൈതൃകങ്ങൾ, അതായത് ഡൽഹിയിൽ സമരം ചെയ്യുന്ന ആ പൊന്നുമക്കൾക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു രീതി, വളരെ കൗതുകകരമായ ചില കാഴ്ചകളൊക്കെ ഈ ജന്തർ മന്ദറിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് പകർത്തിയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ നിന്നടക്കം ആളുകൾ ഈ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ജന്തർ മന്ദറിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാൻ അതിന് മേൽവിലാസം എഴുതിയിരുന്നതാണ് കൗതുകം. എനിവൺ എനിവെയർ ജന്തർ മന്ദർ റോഡ്. അത്രേ ഉള്ളൂ. എനിവൺ എനിവെയർ ജന്തർ മന്ദർ റോഡ്. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ലോകത്ത് അങ്ങനെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു ഭക്ഷണപ്പൊതി സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഓർഡർ ചെയ്തിട്ടുണ്ടാവും. എനിവൺ എനിവെയർ ഇൻ ജന്തർ മന്ദർ റോഡ്. ജന്തർ മന്ദർ റോഡിൽ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും കഴിക്കാൻ തക്ക രീതിയിൽ കേരളത്തിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ മറ്റിടങ്ങളിൽ നിന്നും ഒക്കെ ആയിട്ട് ആളുകൾ ഭക്ഷണം ഇങ്ങനെ ഡൊമിനോസ് പിസ്സയാണെങ്കിൽ പിസ്സ, ചായോസ് ആണെങ്കിൽ ചായോസ്, ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി, ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, അങ്ങനെ സാധനങ്ങളൊക്കെ നാപ്കിൻ പാടുകളിലൊക്കെ ഈ ജന്തർ മന്ദറിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ. ഇതല്ലേ യഥാർത്ഥത്തിൽ സാഹോദര്യം എന്ന് പറയുന്നത്? അവന് വിശക്കുന്നുണ്ടാവും, അവൻ സമരം ചെയ്യുന്നവന് വിശക്കുന്നുണ്ടാവും എന്ന് കരുതി അവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അവന് ചൂടെടുക്കുന്നുണ്ടാവും എന്ന് കരുതി അവന് വീശി കൊടുക്കുക, അവന് ദാഹിക്കുന്നുണ്ടാവും എന്ന് കരുതി അവന് ദൂരെ ഇടങ്ങളിൽ നിന്ന് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക. ആരാർക്ക് എന്നറിയില്ല. എനിവൺ എനിവെയർ ഇൻ ജന്തർ. ഓക്കെ പൊന്നു പ്രേക്ഷകർ, ഇത് ആര് അയച്ചു കൊടുക്കുന്നുണ്ടെന്നല്ലേ രസകരമായിട്ടുള്ള അടുത്ത വീഡിയോ.
खाना ये केरला से एक मैम ने केरला से किसी ने भिजवाया है प्रोटेस्टर के लिए। और आप ये डिलीवर करने के लिए यस यस, तो मुझे कहा कि उनको आप हैंड ओवर कीजिए जो वहाँ पर जरूरतमंद है। कौन है ये मैम जिन्होंने केरला से भिजवाया है? इनका नाम मैं आपको बताता हूँ। लक्ष्मी प्रिया फ्रॉम केरला। लक्ष्मी प्रिया फ्रॉम केरला, थैंक यू सो मच। स्विगी। പൊന്നു പ്രേക്ഷകരെ, ലക്ഷ്മി പ്രിയ അയച്ചു കൊടുത്തതാണ്. ഇത് ലക്ഷ്മി പ്രിയ മാത്രമല്ല, എത്രയോ ലക്ഷ്മി പ്രിയന്മാരുമുണ്ട്, എത്രയോ ആയിഷന്മാരുമുണ്ട്, എത്രയോ വിൻസെന്റുമാരുണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ രോമം ഇങ്ങനെ കുത്തിക്കുന്നുണ്ട് പൊന്നു പ്രേക്ഷകരെ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. അൻസാരി ദുഹുരി ഉസ്താദ് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്, അത് വെച്ചു തരാം. ഈ പറയുന്ന ഇവർ രണ്ടുപേർ വലിയ പ്രശ്നത്തിലാണ്. ഒരുത്തൻ സമരത്തിന് സപ്പോർട്ടും മറ്റൊരുത്തൻ സമരം ചെയ്യുന്നത് രാജ്യദ്രോഹം എന്ന് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് ചർച്ച ചെയ്തിട്ട് അൻസാരി ദുഹുരി ഉസ്താദ് വീണ്ടും പറയുന്നത് വെക്കാം. ഓക്കെ, അണ്ടിമുക്ക് ശാഖയിലെ കുറുവടിക്കുണ്ടന്മാരെല്ലാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് CJPയുടെ പ്രൊട്ടസ്റ്റ് രാജ്യവിരുദ്ധം. അല്ല, ഇത്തരം മദ്രസ കുണ്ടനായിട്ടുള്ള അവിടെ കുനിഞ്ഞു കൊടുക്കണ അണക്കെന്താ അതിൽ റോള് മനസ്സിലായില്ല. അണക്ക് വല്ല ഇതിലും പോയി കുനിഞ്ഞിക്കാൻ നോക്കുക, അതൊക്കെ അണക്ക് പറഞ്ഞിട്ടുള്ള പണി, മനസ്സിലായില്ലേ? നിനക്കും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എന്റെ ചുണ്ണിക്കുട്ട, ഇത് പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള പ്രൊട്ടസ്റ്റാ. പൊന്നു പ്രേക്ഷകരെ, ഈ പറഞ്ഞത് 100% ശരിയല്ലേ? അതായത് ചോദ്യപേപ്പർ ചോർന്നതിന്റെ വിഷമം ഇത്തിരി 2ാം ക്ലാസ്സിന് വിദ്യാഭ്യാസം ഉള്ളവന് മനസ്സിലാവും. വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം മനസ്സിലില്ലാത്തവർക്ക് അത് മനസ്സിലാവോ? അവറ്റകൾ ലാലേട്ടനെ തെറിവിളിക്കാനും ലാലേട്ടന്റെ മകളെ തെറിവിളിക്കാനും എന്നെപ്പോലുള്ളവരെ തെറിവിളിക്കാനും ആയിട്ട് മാത്രമുള്ളവരാണ്. ബാക്കിയും കൂടി കേൾക്കാം. അല്ലെങ്കിൽ ഈ പൊന്നൊരുക്കുന്നവർക്ക് കുറിഞ്ചാത്തൻ എന്താ കാര്യം? ഞാൻ എന്നോട് ചോദിക്കുക, നീറ്റ് എന്താണെന്നോ CBSE എന്താണെന്നോ UGC എക്സാം എന്താണോ, അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒക്കെ സ്പെല്ലിങ് പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത അന്നെപ്പോലത്തെ ശാഖ കുണ്ടന്മാര് പഠിക്കാൻ വിട്ട സമയത്ത് ഈ പരമചളിത്തരമാണ് ഈ ശാഖയിൽ ചേട്ടന്മാരെ സൂചിപ്പിക്കാൻ അങ്ങോട്ട് പോയ നിനക്ക് എന്ത് കാര്യത്തിലുള്ളത്? ഏതായാലും ചുണ്ണിക്കുട്ടൻ വേറെ എന്തോന്നൂടെ പറഞ്ഞിട്ടുണ്ട്. പറ ചിണ്ണി, പറയും. അണക്ക് കുണ്ടനാണ്ടി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ആൾക്ക് അറിയോ? ഒരു തേങ്ങ അറിയില്ല. പിന്നെ എന്തിനാ നീ കുണയ്ക്കാൻ നിൽക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട്? അല്ലേ തന്നെ ഇന്ത്യയിലെ കുട്ടികളുടെ കാര്യത്തിൽ എന്നെ പോലത്തെ കുണ്ടന്മാർക്ക് എന്താ റോള്? ഇന്ത്യയിലെ കുട്ടികളുടെ കാര്യം ചുണ്ണി, ഞാനൊക്കെ ഈ 10ാം ക്ലാസ് +2 ഡിഗ്രി മാസ്റ്റേഴ്സ് ഒക്കെ പഠിച്ചത് ഈ ഇന്ത്യയിലാണല്ലോ. നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ്. അതുകൊണ്ട് അങ്ങനെ പഠിച്ചിറങ്ങി ഒരു വിദ്യാഭ്യാസമൊക്കെ കിട്ടി ജോലിക്കൊക്കെ കയറി എനിക്ക് മനസ്സിലാവും. ഓക്കെ, നല്ല അടിപൊളി മറുപടിയാണ്. ബാക്കിയും കൂടി കേൾക്കാം. ഇങ്ങനത്തെ ഈ 10 വർഷമായിട്ട് ഈ എക്സാമുകൾ തോന്നിയ പോലെ ചോരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ അത്രയും അടിമയായിട്ടുള്ള മന്ത്രിമാരുടെ കയ്യിൽ നിന്നൊക്കെ ചോരുമ്പം ആ കുട്ടികൾക്കുള്ള വിഷമം മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം. നമ്മളിതൊക്കെ പഠിച്ചതുകൊണ്ട് നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ശാഖപ്പണിക്ക് പോയാൽ എനിക്കത് മനസ്സിലാവില്ല, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വിദ്യാഭ്യാസം വേണം, അതാണ് ഏറ്റവും മിനിമം വേണ്ട ഒരു കാര്യം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്ത് ചെയ്യാനാ ചുണ്ണി? ചുണ്ണിക്ക് ഇനിയും എന്തോ പറയണ്ടേ? ചുണ്ണി പറയും. മനസ്സിലായില്ല. അവിടെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള ആൾക്കാർ തീരുമാനിച്ചു. നീ എന്തിനെതിരെ ബേജാറാവണത്? അനക്ക് പറ്റിയ പണി എന്താണ്? ആ പണിയെടുക്ക്, മനസ്സിലായി? നീ ശാഖ കുണ്ടന്മാരെ പുറകെ കിടക്കണ്ട, നീ മദ്രസ കുണ്ടന്മാരെ പുറകെ കിടക്ക്. ശാഖക്കുണ്ടന്മാരെ പുറകെ പിന്നെ നടക്കാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ 4ഉം 5ഉം വയസ്സായ ആൺകുട്ടികളെ ശാഖയിൽ കൊണ്ടുപോയിട്ട് കുനിച്ചിർത്തി കുറുവടി പ്രയോഗം നടത്തിയിട്ട് ഒരുത്തൻ കഴിഞ്ഞ ദിവസതാ തൂങ്ങി മരിക്കുക വരെ ചെയ്തു. അതൊന്നും നമ്മൾ ചുണ്ണി കാണൂല. ചുണ്ണി അപ്പോഴും പരിപാടിക്കായിട്ട് ഇങ്ങനെ നടക്കും. വിദ്യാഭ്യാസവും ഇല്ല, വിവരവും ഇല്ല, പട്ടിണിയുമാണ്, ജോലിയും ഇല്ല, ബിസിനസ്സും ഇല്ല, പൈസ ഇല്ല, വേറെ വല്ല പണിക്കുമ്പോ ചുണ്ണി അവിടെ ഈ പഠിച്ചവനും പഠിക്കാത്തവനും തമ്മിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നിടത്ത് ചുണ്ണി ആ വഴിക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ ചുണ്ണിന്റെ ചാന്തിയന്മാർ പൊളിക്കും. അതുകൊണ്ട് ചുണ്ണി അങ്ങോട്ടൊന്നും ഓടരുതിട്ടോ. ചുണ്ണിയെ നിമ്മാതിരി സാധനങ്ങളും കൊണ്ട് ചുണ്ണി ഇറങ്ങാൻ പാടില്ല, കേട്ടല്ലോ? ചുണ്ണി കൂണ്ട. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് വെച്ചത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അൻസാരി ദുഹുരി ഉസ്താദിന്റെ ഒരു പ്രസംഗം കൂടി കേട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂഡാപ്പിയാവും. ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്റെ ടാഗിൽ എന്റെ ഒരു പേരിൽ മുഹമ്മദും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സൂഡാപ്പി. അതായത് ഇവരെ ഒന്നും എതിരെ ഞാൻ ഒന്നും പറയാൻ പാടില്ല. ഞാൻ കാര്യമായിട്ട് ചോദിക്കണം, ഇത് കേരളത്തിലാണ് നടന്നത്. നിങ്ങൾ ആലോചിച്ചു, ഇതേപോലത്തെ ഒരു എഡ്യൂക്കേഷൻ ഫെയിലിയർ നമ്മളെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെ വന്ന് ഇന്ന് കൊടിയും പൊക്കി വെച്ചിന് പറഞ്ഞാൽ മിനിസ്റ്റർ രാജിവെക്കണമെന്ന്. അങ്ങനെ ഒരു സാധനം നാഷണൽ ലെവലിൽ ഒരു നീറ്റ് പോലത്തെ ഒരു പരീക്ഷയുടെ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ആരാണ് റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ളത്? അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ എന്തിനാണ്ടാ കുറെ ടാഗിലും കോപ്പും അടിച്ചിട്ട് നീയൊക്കെ തലയിൽ മറ്റേ ഇത് വെച്ച് തരണം കിരീടം. പ്രിയപ്പെട്ട സിസാം, നമ്മൾ ഭയപ്പെട്ടു പോകരുത്. നമ്മൾ ഭയപ്പെടുന്നത് വഴി ഒരു തലമുറ നിഷ്ക്രിയരായി പോവുകയാണ്. നമ്മളാണ് മുമ്പിൽ നിന്നുകൊണ്ട് നയിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും. അതിൽ സുലൈമാൻ ഉണ്ടാകും, സോളമൻ ഉണ്ടാകും, സോമൻ ഉണ്ടാകും. നമ്മളെല്ലാവരും കൂടെ ചേരുന്നതാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരുത്തന്റെ ഇന്ത്യ മഹാരാജ്യത്ത് 2014 ശേഷം
ഇന്ത്യയിൽ നടക്കുന്ന ഏതേത് കാര്യങ്ങൾക്കും അത് ഇന്ത്യക്ക് അനുഗുണമല്ലെങ്കിൽ നമ്മൾ നിലപാട് പറഞ്ഞാൽ ജിഹാദി, ഭീകരവാദി, തീവ്രവാദി പട്ടം സ്വാഭാവികം മാത്രമാണ്. അതൊരു കിരീടം പോലെ നമ്മുടെ അടുത്ത് തലയിൽ വെച്ചാൽ മാത്രം മതി. നമ്മളെക്കാൾ കൂടുതൽ ഈ തീവ്രവാദ ജിഹാദി പാകിസ്ഥാൻ പട്ടം ആർക്കാണ് കിട്ടിയത്? മുസ്ലിം നവധാരിക്കല്ല, ഈ നടന്നു വരുന്ന മനുഷ്യനുണ്ടല്ലോ, പ്രകാശ് രാജ്, ഇന്ത്യ മഹാരാജ്യത്ത് നിലപാട് കൊണ്ട് വേറിട്ട മനുഷ്യൻ. ഭരണത്തിന്റെ ഹുങ്കിൽ ഏതെല്ലാം രൂപത്തിൽ അദ്ദേഹത്തിന് പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിയോ? ഇന്ത്യൻ ജനമനസ്സിൽ, ഇന്ത്യൻ യുവത്വത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, നിലപാടുകൾ വേരുറച്ചു കഴിഞ്ഞു. ആ മനുഷ്യൻ ഏതെല്ലാം തരത്തിലുള്ള അക്രമങ്ങൾ നേരിട്ടിട്ടും നിർഭയത്വത്തോടുകൂടി, അചഞ്ചലമായ ദൃഢതയോടുകൂടി ഇന്ത്യൻ മക്കൾക്ക് വേണ്ടി നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ പ്രിയപ്പെട്ട ഷെസാം, ഇന്ന് വർത്തമാനകാലത്ത് എന്നല്ല ഈ നിമിഷം ഈ ജിഹാദി ഭീകരവാദി വിളി കേൾക്കേണ്ടി വന്ന ആരാണെന്നറിയോ? BJPയുടെ വാഗ്ദാവും സിനിമ നടനുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അടക്കം ഈ വിളിക്ക് അർഹരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ചാക്കോപൻ ഇതിൽ ഒഴിഞ്ഞില്ല. ടോവിനോ തോമസ് കാലങ്ങളായി കേൾക്കുന്നു. എടുത്തു പറയേണ്ട ഒരു പേരാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട പൃഥ്വിരാജ്. നിങ്ങളൊന്ന് ആലോചിക്കണം, സുകുമാരന്റെയും മല്ലിക സുകുമാരന്റെ മകനായ പ്രിയപ്പെട്ട പൃഥ്വിരാജ്, അദ്ദേഹം വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും വലിയ പാകിസ്ഥാൻ സ്നേഹി അല്ലെങ്കിൽ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കപ്പെട്ടതിന്റെ കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം മെമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറക്കുമ്പോൾ അദ്ദേഹത്തിന് അഫ്ഗാനികളുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ആക്ഷേപം പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അദ്ദേഹം സത്യത്തിൽ ഏതെങ്കിലും ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതുകൊണ്ടാണോ? അല്ല. വർത്തമാനകാല ഇന്ത്യയിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾക്ക്, അരാജകത്വത്തിനെതിരെ, കൂട്ടക്കുരുതികൾക്കെതിരെ, കൂട്ടക്കൊലകൾക്കെതിരെ, ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ ശക്തിയുക്തം സംസാരിച്ചതിന്റെ പേരിൽ, നിലപാട് പറഞ്ഞതിന്റെ പേരിൽ പൃഥ്വിരാജ് അടക്കം വർത്തമാനകാല ഇന്ത്യയിൽ ജിഹാദികളാണ്. അപ്പോഴാണ് ഷെസാം, എന്നെയും നിന്നെയും പോലെയുള്ള ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ വിളി അത് നമ്മളൊരു പൂമാലയായി, ഒരു കിരീടവുമായി മാത്രം എടുത്താൽ മതി. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്തിന്റെ സംസ്കൃതിയിലോ വിയർപ്പിലോ കണ്ണുനീരിലോ ചോരയിലോ ഒരംശം പങ്കില്ലാത്ത മനുഷ്യന്മാർ 1000 വട്ടം നമ്മൾ തീവ്രവാദികളും ഭീകരവാദികളും ജിഹാദികളും എന്ന് വിളിച്ചാൽ അതൊരു തമാശയായി മാത്രം ഇന്ത്യക്കാർ കണ്ടാൽ മതി. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭരിക്കുന്നവരല്ല രാജ്യം. ഇന്ത്യ പലരും ഭരിക്കും, മാറി മാറി ഭരിക്കും. ഭൂതകാലത്തും അങ്ങനെ പലരും ഭരിച്ചിട്ടുണ്ട്, ഇനിയും പലരും മാറി മാറി ഭരിക്കും. അപ്പോഴെല്ലാം ഭരിക്കുന്നവരാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുന്നത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാനും നീയും നമ്മളും ഒക്കെ കൂടുന്ന മനുഷ്യരാണ് ഇന്ത്യ. ഇതിൽ സോളമനുണ്ട്, സുലൈമാനുണ്ട്, സോമനുണ്ട്. ഈ സോളമനും സുലൈമാനും സോമനും ഒക്കെ ചേർന്നപ്പോൾ ഉണ്ടായതാണ് ഇന്ത്യ. അല്ലാതെ 2014 ശേഷമല്ല ഇന്ത്യ ഉണ്ടായത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഇന്ത്യ ഒരുത്തന്റെയും, കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, അതിന്റെ വകയല്ല. ബാക്കി പെൺകുട്ടി പറയും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികളായിട്ടുള്ള ചാണകങ്ങളുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. യുവമാര് പറയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള 1 ബില്യൺ ആൾക്കാരും രാജ്യദ്രോഹികള്, ചാണകത്തിൽ മുഴുകിയിരിക്കുന്ന കുറെ മൊണ്ണന്മാര് മാത്രം രാജ്യസ്നേഹികൾ അല്ലേ അവിടെ. ഹിന്ദു കത്രമേഹേ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ എല്ലാരെയും വലിപ്പിച്ച് സ്വന്തം രാമന്റെ പോക്കറ്റ് അടിച്ചോണ്ട് അവന്മാര് പോയി. എന്നിട്ട് പറയാ നമ്മൾ ഹിന്ദുക്കളെ കാശ് പൊട്ടിച്ചു. അതിനിപ്പോ എന്താ? ഒന്നുമില്ലടാ, അതിലൊന്നുമില്ല. നമ്മളെ വലിപ്പിക്കാതിരിക്കാൻ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് ക്ലിയറായി കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഇടാൻ വരാം. ഓക്കെ, ബൈ.